Okay, welcome to cycle 3 of DCP lab. Cycle 3 is on synchronous sequential circuit. നമ്മളിവിടെ ആദ്യമായിട്ട് നമ്മൾ 3 എക്സ്പെരിമെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് SR ലാച്ച് യൂസിങ് NOR ഗേറ്റ്, മറ്റൊന്ന് SR ലാച്ച് യൂസിങ് NAND ഗേറ്റ് ആൻഡ് കൺട്രോളിംഗ്, ആൻഡ് തേർഡ് വൺ D ലാച്ച്. ഈ 3 എക്സ്പെരിമെന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു ഫിഗറിൽ നമ്മൾ SR ലാച്ചിന്റെ NOR ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രവും അതിന്റെ ട്രൂത്ത് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇത് SR ലാച്ച് ബേസിക്കലി നമുക്കറിയാം ഡാറ്റ ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതിന്റെ ഫംഗ്ഷൻ ടേബിൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. S1 R0 ആയിട്ട് നമ്മൾ ഇൻപുട്ട് സെറ്റ് ചെയ്യുമ്പോൾ, S എന്ന് പറഞ്ഞാൽ സെറ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമും R എന്നുള്ളത് റീസെറ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമുമാണ്. അപ്പോൾ S1 ഉം R0 ആയിട്ട് നമ്മൾ ഇൻപുട്ട് സെറ്റ് ചെയ്താൽ ഔട്ട്പുട്ട് Q1 ആയിട്ട് സെറ്റ് ചെയ്യും, Q ബാർ 0 ആവും. അതിനുശേഷം നമ്മൾ S ഉം R ഉം 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും Q1 എന്നുള്ള അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ Q ബാർ 0 ആയിട്ടും തുടരുകയാണ്. അതായത് ഔട്ട്പുട്ടിന് ചേഞ്ച് ഇല്ല. അതിനുശേഷം നമ്മൾ S0 ഉം R1 ഉം ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് റീസെറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. Q0 ആയിട്ട് മാറുന്നതായിട്ട് കാണാം. Q0 ഉം Q ബാർ 1 ആയിട്ട് മാറും. അതിനുശേഷം നമ്മൾ R ഉം 0 ആയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ R0 S0 ആക്കി കഴിയുമ്പോൾ ആ പ്രീവിയസ് ഔട്ട്പുട്ടിന്, അതായത് Q = 0 ഉം Q ബാർ = 1 ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് യാതൊരുവിധ മാറ്റവുമില്ല. ഔട്ട്പുട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. പറഞ്ഞാൽ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത ആ ഒരു ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ Qയിലും Q ബാറിലും അതേപടി നിലനിൽക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ഇനി S ഉം R ഉം 1 ആക്കുന്ന ഒരു അവസ്ഥയിൽ രണ്ട് ഔട്ട്പുട്ടും 0 ആയിട്ട് പോകുന്ന ഒരു ഫോർബിഡൻ സ്റ്റേറ്റ്, അതൊരു ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ് ആണ്. അത് വരും. ഇത് നമുക്ക് ഇതാണ് അതിന്റെ ഫംഗ്ഷൻ ടേബിൾ. SR ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഈ ഒരു സംഗതി നമുക്ക് സിമുലേഷൻ വഴി ചെയ്ത് നോക്കണം. ഇനി അടുത്തതായിട്ടുള്ളത് ഈ SR ലാച്ച് വിത്ത് കൺട്രോൾ ഇൻപുട്ട് ആണ്. SR ലാച്ച് വിത്ത് കൺട്രോൾ ഇൻപുട്ട്, അതായത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ NAND ഗേറ്റ് ആണ് ഇവിടെ ബേസിക് കമ്പോണന്റ് ഇവിടെ SR ലാച്ച് ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു എനേബിൾ ഇൻപുട്ട് ഉണ്ട്. ഈ എനേബിൾ ഇൻപുട്ട് നമ്മൾ വന്നിട്ട് രണ്ട് NAND ഗേറ്റിന്റെയും ഓരോ ഇൻപുട്ടിലേക്ക് എനേബിൾ ഇൻപുട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ രണ്ട് NAND ഗേറ്റിന്റെയും ഓരോ ഇൻപുട്ടിലേക്ക് എനേബിൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു. മുകളിലത്തെ NAND ഗേറ്റിന്റെ ഒരു ഇൻപുട്ടിലേക്ക് S കൊടുത്തിട്ടുണ്ട്. S ഇൻപുട്ട് ഇവിടെ രണ്ടാമത്തെ NAND ഗേറ്റിന്റെ രണ്ടാമത്തെ ഇൻപുട്ടായിട്ട് R കൊടുത്തിരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് എടുക്കും, Q ബാർ ഇവിടുന്ന് എടുക്കും. ഇവിടെ ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എനേബിൾ എന്നുള്ള EN എഴുതിയിരിക്കുന്ന ഈ ഒരു പിന്ന് 1 ആയിരിക്കണം. എപ്പോഴെങ്കിലുമൊക്കെ EN 0 ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സർക്യൂട്ട് ആസ് ഇറ്റ് ഈസ് ഡിസേബിൾഡ് ആണ് എന്ന് പറഞ്ഞാൽ എസിനും ആറിനും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ ഒരു രീതിയിലും ഔട്ട്പുട്ടിനെ സ്വാധീനിക്കത്തില്ല എന്നുള്ളതാണ് ഡിസേബിൾഡ് അവസ്ഥ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വിൽ നോട്ട് ചേഞ്ച് വെൻ EN = 0. ഇനി EN = 1 ആകുമ്പോൾ ഈ സർക്യൂട്ട് എനേബിൾ സ്റ്റേറ്റിലാവുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ S1 ഉം R0 ഉം കൊടുത്താൽ അതിനെ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സെറ്റ് സ്റ്റേറ്റ്. അങ്ങനെ വരുമ്പോൾ S1 R0ക്ക് Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് 1 ആയിട്ട് സെറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ Q ബാർ അതിന്റെ കോംപ്ലിമെന്റ് 0 ആയിരിക്കും. ഇനി S0 ഉം R1 ഉം ആകുന്ന കേസ് അതിനെ റീസെറ്റ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ആ സമയത്ത് Q0 ഉം Q ബാർ 1 ഉം ആയിട്ട് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യും. ഇനി ഈ S ഉം R ഉം രണ്ടും 0 കൊടുത്തു കഴിഞ്ഞാൽ, S ഉം 0 R ഉം 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ പ്രീവിയസ് ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് യാതൊരുവിധ മാറ്റവും ഇല്ലാതെ അവിടെ തന്നെ റിസർവ് ചെയ്യുന്നതായിട്ട്, റീറ്റൈൻ ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടു Qയിലും Q ബാറിലും. S ഉം R ഉം 0 ആയിരിക്കുമ്പം ആ ഔട്ട്പുട്ടിനെ ഒരു രീതിയിലും ഈ ഇൻപുട്ടുകൾ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവും. ഇനി S ഉം R ഉം 1 ആകുന്ന ഒരു അവസ്ഥയ്ക്ക് ഇൻഡിറ്റർമിനേറ്റ് അവസ്ഥ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് രണ്ട് ഔട്ട്പുട്ടുകളും ഒരുപോലെ ഇരിക്കും, Q ബാർ ഒരുപോലെ ഇരിക്കും. അതൊരു ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ് എന്നാണ് അതിന് പറയുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു SR
ലാച്ചിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. രണ്ട് ഔട്ട്പുട്ട് ഒരുപോലെ വരാൻ പാടില്ല, ഇൻഡിറ്റർമിനേറ്റ് ആവാനായിട്ട് പാടില്ല. അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്കൊന്ന് ഡെലിബറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഗേറ്റിലേക്ക് അത് വഴി തുറക്കും. അതായത് മറ്റൊരു ലാച്ചിലേക്ക് അത് വഴി തുറക്കും. അതായത് ഡി ലാച്ച് എന്നതിന് പറയാം. ഡി ലാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എസ് ഇവിടെ നോക്കുക, ഈ എസിൽ നിന്നും നമ്മൾ ഒരു ഇൻപുട്ട് എടുത്ത് അത് നോട്ട് ചെയ്ത് നമ്മൾ ആറിലേക്ക് കൊടുക്കും. ഇവിടെ എസും ഇവിടെ ആറും ആയിരുന്നു, വേറെ ഒരു വ്യത്യാസം ഇതിനില്ല. നേരത്തെ നമ്മൾ പഠിച്ച ഈ SR ലാച്ചുമായിട്ട് എസിൽ നിന്ന് വരുന്ന ഡാറ്റ നോട്ട് ചെയ്ത് നോട്ട് ഗേറ്റ് വഴി കടത്തിവിട്ട് നമ്മൾ ആർ ഇൻപുട്ടായിട്ട് നമ്മൾ അടുത്ത നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ എസും ആറിന് പകരം നമ്മൾ എന്നിട്ട് ഇതിനെ ഡി എന്ന് വിളിക്കും. അതായത് ഈ ഡി എന്ന് വിളിക്കുന്ന ഈ ഒരു ഇൻപുട്ട് നമ്മളിവിടെ 0 കൊടുത്താൽ ഈ ആറിന്റെ സ്ഥാനത്ത് 1 ആയിരിക്കും ഇൻപുട്ട് വരിക. ഇവിടെ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 0 ആയിരിക്കും ഇൻപുട്ട് വരിക. അതായത് എസും ആറും ഒരിക്കലും ഒരേ വാല്യൂ വരില്ല. ഇവിടെ നമ്മൾ എസിന്റെ സ്ഥാനത്ത്, എസിന് പകരം നമ്മൾ ഇവിടെ ഡി ഇട്ടിട്ടുണ്ട്. ആ എസിന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നതിന്റെ കോംപ്ലിമെന്റ് ആറിന്റെ ഇൻപുട്ടായിട്ട് ഇവിടെ വരത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഡി ലാച്ച് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഡി ലാച്ചിന്റെ പ്രത്യേകത, നമ്മൾ ഈ എനേബിൾ സിഗ്നൽ 1 ആയിരിക്കണം ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഈ എനേബിൾ സിഗ്നൽ 1 ആകുമ്പോൾ നമ്മൾ ഡി 0 ആ കൊടുക്കുന്നെങ്കിൽ ഈ ക്യൂവിൽ 0 കിട്ടും, ക്യൂ ബാറിൽ 1 കിട്ടും. ഡി 1 ആ കൊടുക്കുന്നെങ്കിൽ അത് സെറ്റ് സ്റ്റേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ട സെറ്റ് സ്റ്റേറ്റ് ആണ്. അത് ഡി 1 ആയിരിക്കുമ്പോൾ Q1 ക്യൂ ബാർ 0 ആയിരിക്കും. ഡി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടത് റീസെറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ Q 0 തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന വാല്യൂ എന്താണോ അത് അതേപടി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ടൈപ്പ് ലാച്ചിനെയാണ് നമ്മൾ ഡി ലാച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിമുലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സർക്യൂട്ടുകൾ ഓരോന്നായിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ ഇത് ആർ ഇൻപുട്ട്, ഇത് എസ് ഇൻപുട്ട്, ഇത് ക്യൂ ഇൻപുട്ട്, ഇത് ക്യൂ ഔട്ട്പുട്ട്, ഇത് ക്യൂ ബാർ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് പറയാം. നമുക്ക് ആദ്യം S1 R 0, Q1 റെഡ് 1നെയാണ് സൂചിപ്പിക്കുന്നത്, ക്യൂ ബാർ 0. ഇനി ഞാൻ ഇതിനെ 0 ആക്കുന്നു, രണ്ടും 0 ആക്കുന്നു, ആറും എസും 0. അപ്പോൾ നേരത്തെ കണ്ട പോലെ ആ ഔട്ട്പുട്ടിന് ഒരു മാറ്റമില്ല. Q1 ആയിരുന്നു അതേപടി തുടരുന്നു, ക്യൂ ബാർ 0 ആയിരുന്നു അതേപടി തുടരുന്നു. ഇനി ആറിനെ 1 ആക്കാം, അത് റീസെറ്റ് സ്റ്റേറ്റ്. R1 ആക്കുമ്പോൾ R1ഉം S0 ഇതാക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു, ഇവിടെ Q0 ആയി. R1 ആയിരിക്കുമ്പോൾ Q0, R1 S0 ആയിരിക്കുമ്പോൾ Q0 ക്യൂ ബാർ 1. ഇനി രണ്ടും 1 ആക്കാം. രണ്ടും 1 ആക്കുമ്പം ഇത് ഫോർബിഡൻ സ്റ്റേറ്റ് ആണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ രണ്ട് ഔട്ട്പുട്ടും 0 ആയിട്ട് വരും. ഈ ഒരു അവസ്ഥ ഇൻഡിറ്റർമിനേറ്റ് അല്ലെങ്കിൽ ഫോർബിഡൻ സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ സിമുലേഷൻ വഴി അത് കറക്റ്റായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. ഇനിയുള്ളത് SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ് എന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റ്. ഇവിടെ നോക്കുക, നമുക്ക് ഒരു എസ് ഇൻപുട്ട് ഇത്, ആർ ഇൻപുട്ട് ഇത്, അത് രണ്ടും ഈ ഒരു ഓരോ നാൻഡ് ഗേറ്റിന്റെ ഓരോ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു എനേബിൾ സിഗ്നൽ ഉണ്ട്. ആ എനേബിൾ സിഗ്നൽ ഈ ഓരോ നാൻഡ് ഗേറ്റിന്റെയും അടുത്ത ഓരോ ഇൻപുട്ടിലേക്ക് ഇവിടെ കണക്ട് ചെയ്തു. ഈ 0 ആയിരിക്കുമ്പോൾ നമ്മൾ അത് വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ഇവിടെ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും അത് ഔട്ട്പുട്ടിൽ പ്രതിഫലിക്കില്ല എന്നുള്ളതാണ് ഈ 0 ആയിരിക്കുമ്പോഴുള്ള അവസ്ഥ. ഔട്ട്പുട്ട് വിൽ നോട്ട് ചേഞ്ച്. എന്താണോ ഔട്ട്പുട്ടിൽ ഉണ്ടായിരുന്നത് അത് അങ്ങനെ തന്നെ. ഇനി എനേബിൾ 1 ആക്കും. എനേബിൾ 1 ആക്കി നമ്മൾ S1ഉം R0യും കൊടുത്ത് ഇതിനെ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സെറ്റ് സ്റ്റേറ്റിൽ ഔട്ട്പുട്ട് Q1 ആവും, ക്യൂ ബാർ 0. ഇനി റീസെറ്റ് സ്റ്റേറ്റ് നോക്കാം. റീസെറ്റ് സ്റ്റേറ്റ് കേട്ടില്ലേ, R1ഉം S0യും, അതാണ് റീസെറ്റ് സ്റ്റേറ്റിൽ. ക്യൂ റീസെറ്റ് ആയി, ക്യൂ ഔട്ട്പുട്ട് 0 ആയി, ക്യൂ ബാർ 1 ആയി. ഇനി നമ്മൾ രണ്ട് ഇൻപുട്ടും 0 ആക്കിയാൽ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ നമ്മൾ S1 ആക്കി നോക്കും. S1 ആയപ്പോൾ സെറ്റ് സ്റ്റേറ്റിൽ ഔട്ട്പുട്ട് Q1 ആയി. ഇവിടെ നിന്ന് നമ്മൾ S0 ആക്കി, R0 ആക്കുമ്പോൾ എന്ത് സംഭവിച്ചു,
ഈ ഔട്ട്പുട്ട് അതേപടി നിലനിൽക്കും, നോ ചേഞ്ച്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ S6 1 ആക്കുന്നതിനെ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. രണ്ട് ഔട്ട്പുട്ടും 1 ആയി. ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. ഇത് ആണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഈ ഒരു സർക്യൂട്ടിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസിങ് നാൻഡ് ഗേറ്റ്, ഒരു SR ലാച്ച് യൂസിങ് നാൻഡ് ഗേറ്റിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഇത് നമുക്ക് ഈ S6 ഒരുപോലെ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു സർക്യൂട്ട് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ചെയ്യുന്ന ഇങ്ങനെയാണ്. നമ്മൾ ഒരു നോട്ട് ഗേറ്റും കൂടെ എടുക്കുക. നോട്ട് ഗേറ്റ് എടുത്തു. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു ഇൻപുട്ട് നമുക്ക് നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യാം. എസ് ഇൻപുട്ട് തന്നെ നോട്ട് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് ആറിന് വേറെ ഇവിടെ കൊടുക്കുക. അപ്പോൾ എസ്, എന്നിട്ട് നമ്മൾ ഈ ഒരു എസിനെ നമ്മൾ ഡി എന്ന് റീനെയിം ചെയ്യും. ഓൺവേർഡ്സ് ഇറ്റ് ഈസ് നോട്ട് എസ്, ഇസ് ഡി. കണ്ടില്ലേ? അപ്പോൾ ഡി 0 ആയിട്ട് വന്നാൽ ഈ 6 ഇൻപുട്ടിൽ നോട്ട് ചെയ്തത് 1 ആയിട്ട് വരും. എസ് 1 ആയിട്ട് വന്നാൽ 6 ഇൻപുട്ടിൽ അത് 0 ആയിട്ട് വരും. എസ് 0 ആയിട്ട് വന്നാൽ ഈ 6 ഇൻപുട്ടിൽ അത് 1 ആയിട്ട് വരും. അപ്പം ഒരിക്കലും എസും ആറും ഒരുപോലെ വരില്ല. ഇനി നമുക്ക് നോക്കാം. ഈ എസിനെ നമ്മൾ ഡി എന്ന് റീനെയിം ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഡി ലാച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ ഡി നമ്മൾ 0 ആണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഔട്ട്പുട്ട് Q 0, Q ബാർ 1. ഇനി ഡി നമുക്ക് 1 കൊടുക്കാം. ഇവിടെ ചേഞ്ച് വരുന്നില്ല. അതിന്റെ കാരണമുണ്ട്, നമ്മളിവിടെ എനേബിൾ 1 ആക്കിയിട്ടില്ല. എനേബിൾ 1 ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. എനേബിൾ 1 ആക്കിയാൽ മാത്രമേ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. D1 ആയപ്പോൾ Q1 ആയി. ഇതിനെ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. D1 ആയപ്പോൾ Q1 സെറ്റ് സ്റ്റേറ്റ്. ഇനി D0 ആക്കാം. D0 ആക്കിയപ്പോൾ Q0, ഇതിനെ റീസെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡി എന്താണോ അത് തന്നെ ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യപ്പെടും. ഈ ഒരു ലാച്ചിനെ നമ്മൾ ഡി ലാച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ SR ലാച്ച് യൂസിങ് NOR ഗേറ്റ് കണ്ടു, SR ലാച്ച് യൂസിങ് NAND ഗേറ്റ് ആൻഡ് ക്ലോക്ക്ഡ് ഇൻപുട്ട് കണ്ടു, ആൻഡ് ഡി ലാച്ച് യൂസിങ് NAND ഗേറ്റ് കണ്ടു. അപ്പം ഈ 3 എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ലാബ് റെക്കോർഡുകൾ നിങ്ങൾ എഴുതണം. അത് ഉള്ള മെറ്റീരിയൽ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് ഈ 3 എക്സ്പെരിമെന്റിന്റെയും റെക്കോർഡുകൾ എഴുതി വെക്കുക. ഓക്കെ.